ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മളെല്ലാവരും പബ്ലിക് എക്സാമിൻ്റെ തിരക്കുകളിലൊക്കെയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ഇവിടെ ഫുൾ വൈബായിട്ടിരിക്കുവാണ്. സോ നിങ്ങളെല്ലാവരും ലൈവിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ 11 ചാപ്റ്റേഴ്സിനും എത്രത്തോളം മാർക്കുകളാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററായ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ നിന്ന് നമ്മൾ 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 10 മാർക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുൾ മാർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ബിസിനസ് സ്റ്റഡീസിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജിനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അതായത് 14 മാർക്സ് 14 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നിങ്ങളെ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ് ആണ്. അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 9 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് സർവീസസ് ആണ്. സോ ബിസിനസ് സർവീസസും എന്താണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഇൻഷുറൻസിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. സോ ഈ ചാപ്റ്ററിന് വരുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് 14 മാർക്കാണ്. സോ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റർ തന്നെയാണ്. ഇനി നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. റീസെൻ്റ് ആയിട്ട് വരുന്ന ബിസിനസ്സിലുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ്. ഇതിൽ നിന്ന് നമ്മുടെ 8 മാർക്കാണ് നമ്മുടെ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. സോ ഈ ചാപ്റ്റർ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു കമ്പനി ഫോർമേഷൻ ആണ്. നമ്മുടെ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ വലിയൊരു ചാപ്റ്റർ തന്നെയാണ്. കൂടുതലായിട്ടും കമ്പനിയെ കുറിച്ചൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കാനുണ്ട്. സോ ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 9 മാർക്കാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ 9 മാർക്കിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ ചാപ്റ്ററിൽ നിന്ന് മുഴുവനും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇനി നെക്സ്റ്റ് വൺ നമ്മുടെ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ടഫ് ആയിരിക്കും, പക്ഷേ അതുപോലെ തന്നെ എന്താണ്, നല്ല വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ കൂടെയാണ്. ഓക്കെ, അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്കാണ്. സോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ബിസിനസ് ആണ്. സ്മോൾ ബിസിനസ് വളരെ ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. നമുക്ക് എന്താണ്, നമ്മുടെ സ്മോൾ ബിസിനസ്സിന് ഗവൺമെൻറ് കൊടുക്കുന്ന ചില അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളതാണ്. സോ സ്ഥിരമായിട്ട് ഒരു ഏരിയയിൽ നിന്ന് മാത്രമാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അതിൽ 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്റേണൽ ട്രേഡ് ആണ്. നമ്മൾ റീറ്റെയിലേഴ്സിനെയും ഹോൾസെയിലേഴ്സിനെയും എല്ലാം പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. സോ നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. 11 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാറ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് ഇന്റർനാഷണൽ ബിസിനസ് 1 and 2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ട് പറയാം. ഓക്കെ, നമുക്ക് 12 ചാപ്റ്റേഴ്സ് ആണ്. സോ നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് ടോട്ടലായിട്ട് വരുന്നത് 8 മാർക്കിനാണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്, ഈ 8 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ആ 2 ചാപ്റ്റേഴ്സ് പഠിക്കുന്നതോടുകൂടിയാണ് നിങ്ങൾക്ക് കിട്ടുക. സോ ഇത്രയുമാണ് നമ്മുടെ ഈ 1 to 12 ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന നമ്മുടെ വെയിറ്റേജസ് എന്ന് പറയുന്നത്. സോ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. സൈലം എന്ന് പറയുന്ന ഹോൾ ടീം നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്.